ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ എനിക്ക് തിരിച്ചറിവൊക്കെ വന്നപ്പോഴേക്കും കാലം ഒരുപാട് കടന്നുപോയെന്ന്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് തിരിച്ചറിവുകളെ പറ്റി സംസാരിച്ചാലോ? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. എന്നാലും ഇന്നത്തെ നമ്മളുടെ സംസാരം ഇതേക്കുറിച്ചാണ്. ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വ്യക്തിപരമായ പല ദുഃഖങ്ങൾക്കും കാരണം ഒന്നുകിൽ നമ്മൾ ആരെങ്കിലും അമിതമായി വിശ്വസിച്ചിട്ടുണ്ടാകാം, അന്ധമായി വിശ്വസിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം കൊണ്ട് അല്ല നമുക്ക് പല ദുഃഖങ്ങളും ഉണ്ടാകുന്നത്. പല പല സംഭവങ്ങൾ കൊണ്ട് നമുക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും ഈ ഒരാളെ നമ്മൾ അമിതമായി വിശ്വസിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരാളിൽ നിന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് വ്യക്തിപരമായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകും അല്ലേ? എന്നാൽ മിക്കവരും ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് വിഷമിക്കുന്നത് എന്നൊന്നും മിക്കവരും തുറന്നു പറയത്തില്ല. അവരൊക്കെ അവരുടെ ഉള്ളിൽ വെച്ച് അത് ഇങ്ങനെ കൊണ്ട് നടക്കും അല്ലേ? ചില ദുഃഖങ്ങള് നമുക്ക് എന്താ പറയാ, ആ മുറിവ് ഉണങ്ങാനായിട്ട് ഒരുപാട് കാലം തന്നെ വേണ്ടി വരും. പെട്ടെന്നൊന്നും ആ മുറിവ് ഉണങ്ങില്ല. ഒരാളുടെ ഉപദേശത്താലോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ സ്പീച്ച് കേട്ടാലൊന്നും അങ്ങനെയൊന്നും മറക്കാൻ പറ്റാത്ത വിഷയങ്ങളും മറന്നു പോവാത്ത തരം മുറിവുകളൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊക്കെ ഉണ്ടാകും അല്ലേ? അപ്പം ഇത്തരം അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലോ? ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മൾ ആരെയും അന്ധമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാണ്ടിരിക്കുക. സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മുടെയൊക്കെ യാത്ര, ശരിയല്ലേ? അപ്പൊ നമ്മൾ ആരെയും അന്ധമായിട്ട് അങ്ങോട്ട് കണ്ണടച്ചിട്ട് വിശ്വസിക്കാണ്ടിരിക്കുക. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പലതും നമ്മൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാണ്ടിരിക്കുക. അത് എത്ര അടുത്ത ആളാണെങ്കിലും എത്ര അടുത്ത കൂട്ടുകാരി ആണെങ്കിൽ കൂടിയും നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും അല്ലെ? എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകും. അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാണ്ടിരിക്കുക. ഒരു പക്ഷേ നാളെ നമ്മളുടെ അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾക്കെതിരെ പ്രയോഗിക്കുന്ന ആയുധങ്ങളായിട്ട് അവരൊക്കെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ആരുമായിട്ട് ഷെയർ ചെയ്യാണ്ടിരിക്കുക. ആരെയും അന്ധമായിട്ട് വിശ്വസിക്കാണ്ടിരിക്കുക. ചില ആളുകൾക്കുണ്ട്, പരിചയപ്പെട്ട് 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ അവരുടെ പെരുമാറ്റമൊക്കെ കാണുന്ന സമയത്ത് ഇവർ ഇത്ര നല്ല ആളുകളാണെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മൾ അവരായിട്ട് സംസാരിക്കും അല്ലേ? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എത്ര അടുത്ത ആളാണെങ്കിലും ശരി, എത്ര അടുത്ത കൂട്ടുകാരിയാണെങ്കിലും ശരി, നമ്മളുടേതായിട്ടുള്ള പല രഹസ്യങ്ങളും അത് നമ്മളുടെ ഉള്ളിൽ രഹസ്യമായിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ അത് ഷെയർ ചെയ്യരുത്. കാരണം അത് ഭാവിയിൽ നമ്മൾക്കെതിരെ പ്രയോഗിക്കേണ്ട ആയുധമായിട്ട് അവർക്ക് വരാനായിട്ടുള്ള ഒരു എളുപ്പ മാർഗമായിരിക്കും അത് അല്ലേ? നമുക്ക് മനുഷ്യരാണ്, എന്നും കുന്നും ഒന്നും നമുക്ക് ചിലപ്പം ഈ സൗഹൃദം ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ വിശ്വസിച്ച് അവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ നമ്മൾക്കെതിരെയുള്ള ഒരു ആയുധമാക്കിയിട്ട് കൊണ്ടുവരും. അതുകൊണ്ട് ആരോടും നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നമ്മൾ ഷെയർ ചെയ്യാണ്ടിരിക്കുക. അന്ധമായിട്ട് ആരെയും വിശ്വസിക്കാണ്ടിരിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാണ്ടിരിക്കുക. പലപ്പോഴും പ്രതീക്ഷകളാണ് നമ്മളെ ദുഃഖത്തിന് ഹേതുവായി തീരുന്നത്, ശരിയല്ലേ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുന്നൊക്കെ പ്രതീക്ഷിക്കും. അത് നമുക്ക് കിട്ടാണ്ട് വരുമ്പോൾ നമുക്ക് വിഷമം വരും അല്ലേ? അപ്പൊ അതിനൊന്നും നിൽക്കണ്ട. നമ്മൾ ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ വ്യക്തതയോടുകൂടി സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്യുക. പിന്നെ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ആ ഒരു വിജയത്തിന് മാധുര്യമേറും അല്ലേ? പ്രതീക്ഷിച്ച് കിട്ടുന്നതിനേക്കാൾ മാധുര്യം കൂടുതലായിരിക്കും പ്രതീക്ഷിക്കാതെ കിട്ടുന്ന വിജയങ്ങൾക്കും നേട്ടങ്ങൾക്കും ഒക്കെ. അപ്പം നമ്മൾ അതിൻ്റെതായ രീതിയിൽ പോവുക. ഒന്നും പ്രതീക്ഷിക്കാതെ കാര്യങ്ങൾ ചെയ്യുക. കർമ്മം ചെയ്യൂ ഫലമിച്ഛിക്കാതെ എന്നൊരു വാക്യമുണ്ട്. അതുപോലെ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഒന്നും ആരിൽ നിന്നും ഒന്നും യാചിച്ച് വാങ്ങാണ്ടിരിക്കുക. പ്രത്യേകിച്ച് സ്നേഹമൊന്നും കേട്ടോ. കാരണം ഈ യാചിച്ച് വാങ്ങുന്നതിനൊന്നും ആയുസ് ഉണ്ടാവത്തില്ല. ഒന്നും നമുക്ക് എന്താണ് പെർമനന്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ അങ്ങ് പോകും. സോപ്പ് കുമിളയുടെ ഒരു ആയുസേ അതിനൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മളൊന്നും യാചിക്കാണ്ടിരിക്കുക. ആത്മാർത്ഥതയോടുകൂടി നമ്മളെ സ്നേഹിക്കുന്നവരെന്നും നമ്മളുടെ ഒപ്പം ഉണ്ടാകും. അല്ലാത്തവരെ നമ്മൾ എത്ര പിടിച്ചു വെച്ചാലും കാര്യമില്ല, അവര് നമ്മളെ വിട്ടു പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒന്നും നമ്മൾ ആരിൽ നിന്നും യാചിച്ച് വാങ്ങാണ്ടിരിക്കുക. പ്രത്യേകിച്ച് സ്നേഹം. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഏറ്റവും അവസാനത്തെ ഈ തിരിച്ചറിവാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. എന്താണെന്നറിയില്ലേ?
അവസാനം എനിക്ക് ഞാനേ കാണൂ എന്ന സത്യം. ഈ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആർക്കും തളർത്താൻ പറ്റില്ല. തളർച്ച അവിടെ ഉണ്ടാവത്തില്ല. എനിക്ക് ഞാനേ ഉണ്ടാകൂ എന്ന ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ ഒരു തളർച്ച ഉണ്ടാകത്തില്ല. കാരണം പൊരുതി ജീവിക്കാനുള്ള അല്ലെങ്കിൽ പൊരുതി മുന്നോട്ട് പോകാനുള്ള ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകും. തളർച്ച ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമുക്ക് താങ്ങാൻ ആളുണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് തളർച്ച ഉണ്ടാകുന്നത്. എനിക്ക് ആരുമില്ല, എനിക്ക് ഞാൻ തന്നെ ഉള്ളൂ എന്ന് ഉള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഒരു തളർച്ച ഉണ്ടാവില്ല. നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ജീവിതത്തെ നമ്മൾ വളരെ എന്താ പറയാ സന്തോഷപൂർവ്വം നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങും അല്ലേ? എനിക്ക് ആരുമില്ല, ഞാനേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ സ്വന്തം നമ്മളെ തന്നെ ഇഷ്ടപ്പെടും, നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങും അല്ലേ? നമുക്കപ്പോൾ ഒന്നിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ കാണാൻ പറ്റില്ല. നമ്മൾ എല്ലാത്തിലും പോസിറ്റീവ് ആയിരിക്കും അല്ലേ? ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെങ്ങനെ എവിടെയെങ്കിലും കെട്ടിയിട്ട പോലത്തെ ഒരു അവസ്ഥയായിരിക്കും നമുക്ക്. ആളുണ്ടെങ്കിൽ ഒരുപാട് ആളുണ്ട്, പക്ഷെ നമ്മുടെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ അവിടെ വളരുകയല്ല ചെയ്യുന്നത്, നമ്മൾ അവിടെ വളർച്ച മുരടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആരുമില്ല, എനിക്ക് ആരുമില്ല, എനിക്ക് ഞാനേ ഉണ്ടാകൂ എന്ന ആ ഒരു തിരിച്ചറിവുണ്ടെങ്കിലുണ്ടല്ലോ, ജീവിക്കാനുള്ള ആ ഒരു ഊർജം നമുക്ക് എവിടെ നിന്നൊക്കെയോ കിട്ടും അല്ലേ? അവിടെ നമുക്ക് തളരാൻ പറ്റില്ല. മാനസികമായിട്ടും നമ്മൾ ഒരാൾക്കും തളർത്താൻ പറ്റില്ല. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് തിരിച്ചറിവുകൾ അല്ലേ? ഇത്തരം തിരിച്ചറിവുകളിൽ കൂടി ഒക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ വളരെ പെട്ടെന്നൊന്നും നമ്മൾക്കൊരു എന്താ പറയാ, നമ്മളെ അങ്ങനെ ആർക്കും തളർത്താനൊന്നും പറ്റത്തില്ല. ഈ തിരിച്ചറിവുകളൊക്കെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ജീവിതത്തെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് എൻ്റെ കാഴ്ചപ്പാടുകൾ. ഇത് തന്നെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകളും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങളുടെ കാഴ്ചപ്പാടുകളെല്ലാം നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ഇടാം. നിങ്ങൾ എൻ്റെ ഈ കാഴ്ചപ്പാടിനോട് യോജിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കും പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ലവ് യു ഓൾ. താങ്ക് യു.